നമ്മുടെ ഈ നോനി എന്ന് പറയുന്നത്. ഈ നോനിന്ന് ഉപയോഗിക്കാൻ ആർക്കും അറിയില്ല. ഇത് എങ്ങനെയാണ് നമ്മൾ കഴിക്കണേ? ഇത് നമ്മൾ ഒരു ചില്ലുകുപ്പിയിൽ ഇട്ടിട്ട് നമ്മളിത് വെള്ളമാകുമ്പോൾ നമ്മളിത് ഇടയ്ക്കൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കണം. അപ്പം ക്യാൻസറിന് ഒക്കെ നല്ലതാണ് ഈ നോനിപ്പഴം. പിന്നെ പഴുക്കള മുമ്പേ കഴിക്കരുത്. അപ്പം നല്ല പുളിയായിരിക്കും. അപ്പം ഈ സാധനം പഴുക്കും. അപ്പം പഴുക്കുമ്പോൾ വലുതാവും, കഴുപ്പുണ്ടാവും. പഴുക്കാതെ കഴിച്ചാൽ അപ്പം നല്ല കയ്പായിരിക്കും. പഴുത്തിട്ട് കഴിച്ചാൽ ആ ചില്ലുകുപ്പിയിൽ ഇട്ടിട്ട് കഴിച്ചാൽ നല്ല രസമായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. മുടിയിലിങ്ങനെ വെള്ളമാക്കിയിട്ട് ഇങ്ങനെ തേക്കണം. അപ്പോൾ മുടി ഇങ്ങനെ സോഫ്റ്റ് ആയിരിക്കും. പിന്നെ മുടിയുടെ ചൊറി മാറിക്കിട്ടും, അങ്ങനെ എല്ലാം മാറിക്കിട്ടും. തലമുടി വലുതാവും. അങ്ങനെ എല്ലാ പ്രശ്നത്തിനും ഈ നോനി നല്ലതാണോ. പിന്നെ ചെറുതാവുമ്പോൾ എടുത്ത് കഴിക്കരുത്, നല്ല പൊട്ടം കടിയും. പറഞ്ഞില്ലാന്ന് വേണ്ട, ഈ കാര്യം കൂടെ പറയാം. ഇത് കണ്ടോ, നല്ല പൊട്ടനാ. അവിടെ പൊട്ടൻ ഓടി നടക്കണോ ആണോ. അപ്പൊ ഈ പ്രശ്നം, ഈ ക്യാൻസർ, മുടി വളരണത്, പിന്നെ ഇതും നല്ലതാട്ടോ. ഇതും നോനിയാട്ടോ. അപ്പൊ കഴിക്കാൻ പറ്റണം, ഞാൻ കാണിക്കട്ടോ. ഇത് കഴിക്കാൻ പറ്റില്ല, ഇത് കഴിക്കാൻ പറ്റട്ടോ. ഇത് കഴിക്കാൻ പറ്റും. പിന്നെ ഇനി മുകളിലേക്കിട്ട് മുകളിൽ ഒന്നുണ്ട്, അതൊക്കെ കാണാൻ പറ്റുമോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ മുകളിൽ മൂന്നെണ്ണം പഴുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് ഇത് നോനിയാട്ടോ. പിന്നെ ഇത് പഴുത്തിട്ടുണ്ട്, ഇത് പഴുത്തിട്ടുണ്ട്, ഇത് പഴുത്തിട്ടുണ്ട്, ഇത് പഴുത്തിട്ടുണ്ട്, ഇത് പഴുത്തിട്ടുണ്ട്, അത് പഴുത്തിട്ടുണ്ട്. കുറേ പഴുത്തതൊക്കെ നമുക്ക് കഴിക്കാവേ. അതൊക്കെ നമ്മൾ ക്യാൻസറിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ നല്ല ക്യാൻസറിൻ്റെ. പിന്നെ ഇതാണ്